അപ്പോൾ ഗായ്സ് നമ്മളിപ്പോൾ ഇന്ന് പോണത് ഗുരുവായൂരിക്കാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എൻ്റെ സൗണ്ട് എന്താ മാറിയിട്ടുള്ളതെന്ന്. അപ്പോൾ ഞാൻ പോയതിൻ്റെ പിറ്റേന്നാണ് ഇപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ പോണ സമയത്ത് കുറച്ച് മഴയൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ തണുത്ത കാറ്റൊക്കെ അടിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ജലദോഷം പിടിച്ചു കേട്ടോ. പിന്നെ ചില സ്ഥലങ്ങളിൽ നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ മെയിനായിട്ട് ഗുരുവായൂരിക്ക് പോകണമെന്ന് വെച്ചാൽ എൻ്റെ കസിൻ, അതായത് എൻ്റെ ആൻറ്റീൻ്റെ മോളെ അരങ്ങേറ്റാണ് കുച്ചിപ്പുടീൻ്റെ അത്തെ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മെയിനായിട്ട് പോണത്. പിന്നെ ചില അമ്പലത്തിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഈ പാലം ഏതാ മനസ്സിലായോ? ഈ പാലത്തിൻ്റെ പേരാണ് കുറ്റിപ്പുറം പാലം. നല്ല രസമുണ്ട് കേട്ടോ ഇങ്ങനെ കാണാൻ. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ പോണത് കല്ലുത്തിപ്പാറ ശിവക്ഷേത്രത്തിലേക്കാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ അമ്പലത്തിൻ്റെ മുകളിൽ കൃഷ്ണൻ്റെ കാലൊക്കെ പതിഞ്ഞുണ്ട് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. അപ്പോൾ ഇതാണ് അമ്പലം. അപ്പോൾ ഗൈസ്, നമുക്ക് അമ്പലത്തിൻ്റെ ഉള്ളിൽ അങ്ങനെ കാണിക്കാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ മുകളിലത്തെ ഭംഗി, അതായത് ഈ പാറേൻ്റെ മുകളിൽ കയറിയിട്ട് കാണുന്ന ഭംഗി ഞാൻ കാണിച്ചു തരാം. അവിടെ ഒരു കോളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിന് അത്യാവശ്യം നല്ല ആഴമുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ഇവിടുത്തെ നമ്പൂരികൾ ചോദിച്ചപ്പോൾ പറഞ്ഞ് നല്ല ആഴമുണ്ട് എന്നാണ്. അപ്പോൾ ഗൈസ്, നമ്മളിങ്ങനെ കയറിപ്പോവുകയാണ് കൃഷ്ണൻ്റെ കാല് പതിഞ്ഞ സ്ഥലത്തേക്ക് കേട്ടോ. ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഈ പൂവിട്ടില്ലേ, ഇതാണ് കൃഷ്ണൻ്റെ കാൽപ്പാദം എന്ന് പറഞ്ഞ സ്ഥലം. പിന്നെ ഇതിന് മുകളിൽ കയറിയിട്ട് കാണാനുള്ള വ്യൂ അടിപൊളിയാണ്. വീഡിയോയിൽ എത്രത്തോളം കാണുന്നുണ്ട് എന്നല്ല, നേരിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി നമുക്ക് മനസ്സിലാവുക കേട്ടോ. ഫുള്ള് എന്താ പറയുക, നല്ല മരങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇതാണ് മുകളിൽ നിന്ന് കാണുമ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ ഭംഗി കേട്ടോ. നല്ല രസമാണ്. എന്തായാലും ഒന്ന് വന്ന് നോക്കേണ്ട ഒരു അമ്പലമാണ്. കണ്ടില്ലേ എന്താ ഭംഗി. നിങ്ങളെന്നെ ഒന്ന് നോക്കി എന്താ രസം ഈ മുകളിൽ നിന്ന് കാണുന്ന സമയത്ത്. നല്ല അടിപൊളിയാണ്. ഇങ്ങോട്ടേക്കായിട്ട് വന്നാൽ ഒരു കുഴപ്പമില്ല കേട്ടോ, അടിപൊളിയാണ്. ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് വെച്ചാൽ ഞങ്ങളൊരു വീഡിയോ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ, യൂട്യൂബ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ ഒരു ആൾക്കാരുടെ വീഡിയോ കണ്ടിട്ട് അങ്ങനെ വന്നതാണ്. അപ്പോൾ നമ്മളിങ്ങനെ പാറ ഇറങ്ങാം കേട്ടോ. അധികം വഴുക്കൊന്നുമില്ല കേട്ടോ. അത് മഴ അധികം പെയ്യാത്തതുകൊണ്ടാകാം. ഇനി ഈ മാസമൊക്കെ ഒരു പകുതിയൊക്കെ ആവുന്ന സമയത്ത് നല്ല വഴുക്കൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് കേട്ടോ. കണ്ടില്ല, ഇവിടെ ഒരു തോടൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് മമ്മിയൂർ ശിവക്ഷേത്രത്തിലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്ത് അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പുറത്തത്തെ വീഡിയോ കാണിച്ചു തരാം കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ ഗുരുവായൂർ അങ്ങനെ എത്തി ഗായ്സ്. ഗുരുവായൂരിൽ നിന്ന് ഞങ്ങൾ ഈ ഒരു ആനേനെ കണ്ടിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഇതാണ് എനിക്ക് തോന്നുന്നു തെക്ക് ഭാഗമാണിത് ഗുരുവായൂരിൻ്റെ. അപ്പോൾ ആ ഒരു ഭാഗം നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ നമ്മളിങ്ങനെ എൻ്റെ കസിൻ്റെ അരങ്ങേറ്റം കാണാൻ അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇതാണ് അരങ്ങേറ്റം കേട്ടോ. അവളും അവളുടെ കൂട്ടത്തിലുള്ള എല്ലാവരും നല്ല അടിപൊളിയായിട്ട് കളിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നമ്മളിങ്ങനെ അവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങുകയാണ്. വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ചുറ്റിക്കറങ്ങി കുറേ നേരം. പിന്നെ അവൾക്ക് 3 പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2 കണ്ടതിൽ ഞങ്ങൾ പോന്നു കേട്ടോ. അങ്ങനെ പോരുകയാണ്. നല്ല പോരുന്ന വഴിക്ക് നല്ല സൺസെറ്റൊക്കെ ഞങ്ങൾ കണ്ടു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. നല്ല രസമുണ്ടായിരുന്നു. വീഡിയോയിൽ ചിലപ്പോൾ അധികം ഭംഗി ഉണ്ടാവില്ല, പക്ഷെ നേരിട്ട് കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു. ഒരു ഓറഞ്ചിഷ് കളറൊക്കെ ആയിട്ട്. അപ്പോൾ ഗായ്സ്, ഇത്രയുള്ളൂ നമ്മളെ ഇന്നത്തെ ഗുരുവായൂർ വിശേഷങ്ങൾ. ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരെ എല്ലാവർക്കും ബായ്. എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ.